നമസ്കാരം. എൻ്റെ പേര് സ്വാമി ഗോരഖനാഥ് എന്നാണ്. ഈ കടപ്പുറത്ത് തന്നെ ഈ ഒരു സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയുള്ള ഇടവനക്കാട് കടപ്പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ധീവര സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ അതിൻ്റെ 2 പ്രബലമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ രക്ഷാധികാരിയായിട്ട് നിൽക്കുന്നതാണ്. ഓൾ ഇന്ത്യ ലെവലിലുള്ള ധീവര സമൂഹങ്ങളുടെ വലിയൊരു കോർഡിനേഷൻ ഉണ്ട്. ആ കോർഡിനേഷൻ്റെ സെൻട്രൽ കമ്മിറ്റിയിൽ, അതിൻ്റെ മെയിൻ കമ്മിറ്റിയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ടേക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഇതാണ് എൻ്റെ ഏകദേശം ഒരു വേറെ അബൌട്ട്. അമ്മ എന്തുകൊണ്ടാണ് ഈ ഒരു സമരപ്പന്തലിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഇതിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. കാരണം മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള വലിയൊരു വെല്ലുവിളി, നീതി നിഷേധവും, അതേപോലെ കേരളം പല രീതിയിലും ദൈവത്തിൻ്റെ നാടാണെന്ന് പറയുന്നു, മതേതരത്വത്തിൻ്റെ മാതാവാണെന്നൊക്കെ പറയണമെങ്കിലും ഈ ചെറായിൽ നടക്കുന്ന സംഭവം നീതിബോധമുള്ളൊരു മനുഷ്യൻ, മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ഞി കുടിച്ച മനുഷ്യന് മനസ്സിലാകാൻ പറ്റും ഇതൊരു മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. അപ്പോൾ ആ കടന്നാക്രമണം നടത്തുമ്പോൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ചേർന്നില്ലെങ്കിൽ അതൊരു വലിയൊരു തെറ്റായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരപ്പന്തലിലേക്ക് വരുന്നതും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ പല കാര്യങ്ങളിൽ ഇനിയും പങ്കെടുക്കുമെന്ന് പറയാനും കാരണം. ഇങ്ങനെ ഈ സമരം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ലക്ഷ്യം കാണുമെന്നൊരു തോന്നൽ സാമൂഹികമുണ്ടോ? സത്യത്തിൽ ഇപ്പം ഈ നടക്കണ ഈ ഒരു സമരം കൊണ്ടിട്ട് ഇത് മുന്നോട്ട് പോയി ഇതിൻ്റെ ലക്ഷ്യം കാണുമെന്നുള്ള വിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. കാരണം ഇത് കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കാരുടെ ഒരു കരച്ചിലിനപ്പുറത്തേക്ക് ഈ നാടിൻ്റെ എല്ലാവരും കേൾക്കുന്ന രീതിയിലൊരു പ്രതിധ്വനിയായിട്ട് അത്രയും ശക്തിയായിട്ട് ഈ സമരം സത്യത്തിൽ വന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു അപൂർവമായിട്ട് ചില സ്ഥലത്ത് ഇതിൻ്റെ എക്കോ അടിക്കേണ്ടെന്നല്ലാണ്ട് ഇതിൻ്റെ ഒരു ചൂടിൻ്റെ ആ ഒരു തരംഗത്തിൽ വാടുന്ന രീതിയിൽ ഈ പ്രശ്നത്തിന് നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ആണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ കളികളെ പറ്റിയിട്ട് സാമജിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരുടെയും എതിർവശത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടിട്ട് കാവ്യ കൊടുത്തതുകൊണ്ട് ഞാൻ BJP കാരനാണെന്ന് വിചാരിക്കരുത്. രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാവരും സൂത്രക്കാരും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള ജിംനാസ്റ്റിക്കുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള മെയ്വഴക്കമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഇവരിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടുത്തുകാരാണെന്നും അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തുകാരാണ്. അതിൻ്റെ പ്രതിധ്വനിയാണ് കേരള നിയമസഭയിൽ എല്ലാവരും കൂടിയും പൂർണ്ണമായിട്ട് എല്ലാ MLA-മാരും കൂടിയും ഒറ്റ സ്വരത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനത്തിൽ നിയമം പാസ്സാക്കാൻ അവർക്കൊരു മടിയുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ, ഈ നാട്ടുകാരാണ്, എൻ്റെ ഒരു ഭാഷയെ പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു കുറുക്കൻ ഒരു മുട്ടനാടിൻ്റെ പുറകെ നടന്നു. അപ്പോൾ മുട്ടനാടിൻ്റെ ഈ പിടുക്ക ആടന കണ്ടിട്ട് ഈ കുറുക്കൻ കരുതി ഇപ്പോൾ വീഴുമെന്നും പറഞ്ഞ് ഈ കുറുക്കൻ പോയി. വയസ്സായി ചാകാറായപ്പോൾ ഈ കുറുക്കൻ ബാക്കിയുള്ള കുറുക്കന്മാരുടെ മക്കളെ അപ്പൂപ്പൻ ഈ ആടിൻ്റെ പുറകെ പോയി ജീവിതം കൊഞ്ഞാട്ടായ ഒരു മനുഷ്യൻ. അതുകൊണ്ടിട്ട് ഇത് അടർന്ന് വീണ് കഴിക്കാമെന്ന് എഴുതിയിട്ട് ഇതിൻ്റെ പുറകെ പോകരുത്. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് നമ്മൾ പോയാൽ, അത് ഏത് കൊടിയായാലും ശരി, ആ കൊടിയുടെ കൂടെ പോയാൽ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ചതിക്കപ്പെടും, നമുക്ക് ദിശ മാറ്റപ്പെടുന്നതേ നമ്മൾ വിജയിക്കില്ല. അതുകൊണ്ടിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ പോകണം. രാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് പോകാൻ പറ്റില്ല എന്ന് ഇവിടെ പല രാഷ്ട്രീയക്കാരും വന്ന് പല രീതിയിലുള്ള പൊറാട്ട് നാടകങ്ങൾ നടത്തി പല രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചു പോയിട്ടുള്ളൊരു വേദിയാണ്. അതിനൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇതെല്ലാം ഒറ്റ ചൂലിൽ വിരിഞ്ഞ സാധനങ്ങളാണ്. ഇവരെല്ലാം സൂത്രക്കാരും ജിംനാസ്റ്റിക്കുകളാണ്. അതുകൊണ്ട് ഇവരുടെ കൂടെ പോയാൽ നമുക്ക് വിജയം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യമില്ല.